ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടോ. അപ്പോൾ 1 കിലോ ചിക്കൻ കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടീസ്പൂണും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്, വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂണും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്താൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാരങ്ങാനീര് ഇല്ലെങ്കിൽ സുർക്ക ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ പെട്ടെന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലും നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ ഇനി വെക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ ഇനി കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാനിത് 2 ടീസ്പൂണ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതും കൂടി ഇതിലിട്ടതിൻ്റെ ശേഷം ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കോൺഫ്ലവറും കോഴിമുട്ടയൊക്കെ ചേർത്തതിന് ശേഷം കൂടുതൽ ടൈം വെക്കരുത്. പിന്നെ അത് അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. അല്ലാണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കോഴിമുട്ടയും കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ചേർത്തതല്ലേ ലാസ്റ്റ്. അപ്പോൾ ഈ ചിക്കൻ്റെ ഈ കോട്ടിങ്ങൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡായപ്പോൾ മറ്റേ സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന് നന്നായിട്ട് 2 സൈഡും വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നതിന് ശേഷം അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ ഒന്ന് ചതച്ചെടുത്തത്, അല്ലെങ്കിൽ അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറിയപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കെച്ചപ്പും അതുപോലെ തന്നെ ചില്ലി ഗാർലിക് പേസ്റ്റുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കെച്ചപ്പും ചില്ലി ഗാർലിക് പേസ്റ്റൊക്കെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സുർക്ക കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ചിക്കനൊന്നും കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അതായപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് കേട്ടോ. ഇനി ഈ സോസിലൊക്കെ കൂടെ ഈ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഗ്രേവി പോലെ വേണ്ടവർക്ക് സോസുകളൊക്കെ കൂട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചിക്കൻ 65 ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചിലർ നാരങ്ങ നീരിന് പകരം തൈരൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് 65 ഉണ്ടാക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.